Meet the editors. ദില്ലി മദ്യനയ അഴിമതിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സിബിഐയും അറസ്റ്റ് ചെയ്തേക്കും. ഇലക്ട്രൽ ബോണ്ട് വഴി ബിജെപിക്ക് പണം നൽകിയ ആളാണ് കേസിലെ മാപ്പുസാക്ഷിയെന്ന് ആപ് മന്ത്രി അതിഷി മർലേന ആരോപിച്ചു. അറസ്റ്റിനെതിരെ ദില്ലിയിൽ പ്രതിഷേധിച്ച ആപ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. റൌസ് അവന്യൂ കോടതി ഉത്തരവിനെതിരെ കേജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കേജ്രിവാളിന് കുരുക്കുമുറുകുകയാണോ എന്നതാണ് ചോദ്യം. സുജയ, കെജ്രിവാളിന് കുരുക്ക് മുറുകയാണ് എന്നുള്ളത് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തിയ ഘട്ടത്തിൽ തന്നെ വ്യക്തമായതാണ്. അവിടേക്ക് വരുന്നു, അടുത്ത സമൻസ് ഇഷ്യൂ ചെയ്യുന്നതിനാണോ അതോ അറസ്റ്റിനാണോ, ആ കാര്യം മാത്രമാണ് അപ്പോൾ അറിയേണ്ടിയിരുന്നത്. അറസ്റ്റിലേക്ക് തന്നെ നീങ്ങുന്നു. 9 മണി കഴിയുമ്പോഴേക്കും അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള വിവരം സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം കോടതിയെ സമീപിച്ചെങ്കിലും കോടതിയിൽ നിന്നും ഒരു അനുകൂല വിധി കിട്ടുന്നില്ല. കെജ്രിവാളിനെ ഇപ്പോൾ 6 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കെജ്രിവാൾ ഏറ്റവും ഒടുവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിയന്തര സിറ്റിംഗ് നടത്തി എന്നെ ജയിൽ മോചിതനാക്കണമെന്നുള്ളതാണ്. ആ ആവശ്യം പോലും ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നത് ബുധനാഴ്ചയാണ്. ആ ആവശ്യവും പരിഗണിക്കാൻ പോകുന്നത്. പക്ഷേ അടിയന്തരമായി കേൾക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഇതിപ്പോൾ 3ാമത്തെ കാര്യമാണ് കെജ്രിവാളിന് ലഭിക്കാതെ പോകുന്നത്. വ്യാഴാഴ്ച അറസ്റ്റിലാകുന്നു. ഈ മാസം 28-ാം തീയതി വരെ ഇഡിയുടെ കസ്റ്റഡിയിലാണ്. അതിനുള്ളിൽ തന്നെ ഈ അപ്രൂവർ എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ മറ്റ് പ്രതികൾ ഇവരിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങൾ എന്ന മട്ടിൽ കണക്ട് ചെയ്ത് കൃത്യമായി കെജ്രിവാളിനെ ഇതിലേക്ക് ഫ്രെയിം ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ബോധപൂർവം സമൻസ് അവഗണിച്ചയാളാണ് കെജ്രിവാൾ എന്നുള്ള ഒരു കാര്യം ഇഡിക്ക് അനുകൂലമായി അവിടെ നിൽക്കുന്നുണ്ട്. അതായത് പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണെങ്കിലും 9 തവണ സമൻസ് അയച്ചെങ്കിലും അന്വേഷണവുമായി സഹകരിക്കാനോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്താനോ ഒന്നും കെജ്രിവാൾ തയ്യാറായിട്ടില്ല. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഒളിക്കാനാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് എന്നുള്ളത് കെജ്രിവാളിന് എതിരായി നിൽക്കുകയാണ്. അന്വേഷണവുമായി സഹകരിക്കാത്തയാളാണ് കെജ്രിവാൾ എന്ന ആവശ്യം കോടതിയും അംഗീകരിച്ചുകൊണ്ടാണ് ഈ കസ്റ്റഡി അപേക്ഷ തന്നെ കൊടുക്കുന്നത്. അറസ്റ്റിൽ നിന്ന് സംരക്ഷണം തേടിക്കൊണ്ടുള്ള ഹർജി ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോയതിന് തൊട്ട് പിന്നാലെയാണ് വീട്ടിലേക്ക് എത്തുന്നതും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് എന്നുള്ളത് നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ്. ഈ കെജ്രിവാളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഞാൻ ഇതിൽ പ്രധാനമായും എടുത്തു നോക്കിയത്. അതായത് കെജ്രിവാൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള തനിക്ക് അനുകൂലമായ ഒരു രക്തസാക്ഷി പരിവേഷം കൃത്യമായി കെജ്രിവാൾ ഇതിനകം തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യ മുന്നണി ഏറെക്കുറെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷേ കെജ്രിവാൾ ഈ ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് മുൻപായി നടത്തിയ സമരങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായ ഘട്ടത്തിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന അണ്ണാ ഹസാരെ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ മറ്റൊരു സ്റ്റാൻഡാണ് എടുക്കുന്നത്. അതും ചർച്ചയാവുകയാണ് മറുഭാഗത്ത്. അപ്പോൾ കെജ്രിവാൾ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തി അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും വലിയ അഴിമതിക്കാരനായി അകത്തേക്ക് പോകുന്നു ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം. അപ്പോൾ കെജ്രിവാൾ പറഞ്ഞതുപോലെ തൻ്റെ ജീവിതം നാടിന് സമർപ്പിക്കുന്നു. നാടിന് സമർപ്പിക്കുന്നയാൾ ഇതുപോലെ കിക്ക് ബാക്സ് വാങ്ങിക്കുന്ന ആളാണോ, ഇതുപോലെ പണം വാങ്ങി നയം മാറ്റുന്ന ആളാണോ, അല്ലെങ്കിൽ ഈ നയം വന്ന് അതിനുശേഷം 6 മാസത്തിനൊക്കെ അത് പിൻവലിച്ചത് എന്തിനാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കെജ്രിവാളിനെതിരെയും അവിടെ നിൽക്കുകയാണ്. ഒരു ജയിലിനും എന്നെ അധികകാലം ഉള്ളിലാക്കാൻ കഴിയില്ല, ഞാൻ പുറത്തു വന്നതിന് ശേഷം ഉറപ്പുകളൊക്കെ പാലിക്കാം എന്നൊക്കെയാണ് കെജ്രിവാൾ സന്ദേശത്തിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ വായിച്ച സന്ദേശത്തിൻ്റെ പൂർണ്ണരൂപം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കെജ്രിവാൾ പറയുന്നത്. അപ്പോൾ കെജ്രിവാൾ പൂർണ്ണമായും ഒരു അഴിമതി വിരുദ്ധനാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇടപാടുകൾ നടത്താത്തയാളാണെന്നോ ജനങ്ങൾക്ക് തോന്നാത്ത രീതിയിലാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരു നറേറ്റീവ് കൃത്യമായി ഇന്ത്യ മുന്നണി പ്രതിഷേധം നടത്തുമ്പോഴും മറുഭാഗത്ത് അത് കൃത്യമായി വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് അരവിന്ദ് കെജ്രിവാളിനെ വലിയ രീതിയിൽ തന്നെ ഡാമേജ് ചെയ്യും. ഇനി മറുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിനെ ഈ രീതിയിൽ വേട്ടയാടുന്നു, അരവിന്ദ് കെജ്രിവാളിനെ ഇഡിക്ക് പിന്നാലെ CBIയും വരുന്നു. അപ്പോൾ അങ്ങനെ കൃത്യമായി കെജ്രിവാൾ എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്, അതുകൊണ്ടാണ് കെജ്രിവാളിനെ ഒതുക്കാൻ നോക്കുന്നത് എന്ന ഒരു സന്ദേശമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഖ്യാനമാണ് ഇന്ത്യ മുന്നണി അടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. ആം ആദ്മി പാർട്ടി വളരെ ക്ലെവറായി തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇതിനിടയിലാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ കെജ്രിവാൾ രാജിവെക്കണം, ധാർമ്മികത ഉള്ള ആളാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പിന്നെ കെജ്രിവാൾ രാജിവെക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസിലെ ചില നേതാക്കളൊക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും അതൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ കുടുംബത്തിനടുത്തേക്ക് CPI പോകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ മുന്നണിയിൽ തന്നെ പല രീതിയിലുള്ള സ്വരം ഉയർന്നു വരുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടതാണ്. എനിക്ക് എന്തായാലും ഇതിൽ പ്രാഥമികമായി പറയാനുള്ളത് കെജ്രിവാൾ ലോക്ക്ഡാണ്. കെജ്രിവാൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു പ്രതിച്ഛായ മിനുക്കി പുറത്തു വന്ന് കാര്യങ്ങൾ കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു വൺ മാൻ എന്നുള്ള രീതിയിലാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോകുന്നത്. കാരണം മറ്റ് ആളുകളായാൽ പോലും അദ്ദേഹത്തിൻ്റെ വലങ്കൈയടക്കം ജയിലിലായിട്ട് 1 വർഷമായി. അപ്പോൾ ആം ആദ്മി പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ ഈ അതിഷി മർലേനെയൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ മതിയാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് കെജ്രിവാൾ ലോക്ക്ഡാണ്, ആം ആദ്മി പാർട്ടി ലോക്ക്ഡാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവർ കാട്ടുമെന്ന് പ്രതീക്ഷിച്ച അത്ഭുതം ഇനി ഉണ്ടാകുമെന്ന് കരുതാനും വയ്യ. അതിനെതിരെ ഇന്ത്യ മുന്നണി
മുന്നണി ഒന്നിച്ച് നിന്ന് എത്ര തന്നെ കോപ്പ് കൂട്ടിയാലും ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യം നോക്കൂ, അവർക്ക് ആവശ്യമായ അമ്മ്യൂണിഷൻ ഇല്ല, പണമില്ല എന്ന് സോണിയാഗാന്ധി തന്നെ പറയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിച്ച പണം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. അങ്ങനെ പൂർണ്ണമായും കെജ്രിവാളിലൂടെ ആം ആദ്മി പാർട്ടിയിലൂടെ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന സംവിധാനം, ഇതെല്ലാം ദുർബലപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് എത്തുന്നത്. ശരി, കേജ്രിവാളിനെതിരെ പിടിമുറുക്കുന്നു എന്നുള്ള പിടിമുറുക്ക് തന്നെയാണ്. പിടിമുറുക്ക് മാത്രമല്ല, കേജ്രിവാളിനെ പൂട്ടാനുള്ള തീരുമാനം തന്നെയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ CBI അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു വളരെ പാനിക്കായ ഒരവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നികേഷ് കുമാറും അത് ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തോ ഒരു ഭയം കേന്ദ്ര സർക്കാരിനെ BJPയെ സംബന്ധിച്ചുണ്ട്. ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചന ബുദ്ധി നഷ്ടപ്പെട്ട പോലുള്ള പെരുമാറ്റം ആ കാര്യത്തിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ നോക്കൂ, ഇനിയിപ്പോൾ ബുധനാഴ്ചയെ ഹൈക്കോടതി കേസ് പരിഗണിക്കുകയുള്ളപ്പോൾ അത്രയും ദിവസം ജയിലിൽ കിടക്കണം. ഇത്തവണ ഹോളി ആഘോഷത്തിൻ്റെ സമയത്ത് അദ്ദേഹം ജയിലിലായിരിക്കും എന്നുള്ള കാര്യം. ഇത്തരത്തിൽ ഏകാധിപത്യ പ്രവണതയുള്ള സർക്കാരുകൾ ഈ രൂപത്തിൽ എന്താ പറയുക, ഈ അധികാരം തലയ്ക്ക് പിടിച്ച് കഴിഞ്ഞിരിക്കുന്ന സർക്കാരുകൾ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ റഷ്യയിൽ വീണ്ടും പുടിൻ അധികാരത്തിലെത്തിയിരിക്കുന്നു. ആ അധികാരം എങ്ങനെ എത്തിയതാണെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭരണാധികാരികളുടെ കാലമാണ്. ആ കാലത്തിൽ ഇതിൽ അപ്പുറം പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ കേജ്രിവാളിനെതിരെ എടുത്തിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് അതീഷ് വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അഴിമതിയുണ്ടെങ്കിൽ കോഴപ്പണം എവിടെയെന്ന് ചോദിക്കുന്നു. ആ കോഴപ്പണത്തിന് തെളിവ് ഇതുവരെ പുറത്ത് കാണിച്ചിട്ടില്ല. മൊഴിയല്ലാതെ ഒരു തെളിവുമില്ല. ഈ മൊഴി നൽകിയ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ കാര്യങ്ങൾ നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ശരത്ചന്ദ്ര റെഡ്ഡി ആദ്യം മൊഴിയിൽ കേജ്രിവാളിനെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ജയിൽവാസത്തിന് ശേഷമാണ് കണ്ടു എന്ന് പറയുന്നത്. പിന്നീട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു. അത് എത്ര കോടികളാണ് എന്നുള്ള കണക്കിലടക്കം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിലൊക്കെ തന്നെ എടുക്കുന്ന നടപടികളിൽ അതങ്ങനെ നടക്കും. കേന്ദ്ര സർക്കാരിന് അക്കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഇങ്ങനെ നടപ്പാക്കാൻ എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് ഈ കാര്യങ്ങൾ, ഈ ഇത്തരം PMLA കേസുകൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ 2002 മുതൽ ഈ നിയമം വന്ന ശേഷം 4700 കേസുകൾ എടുത്തിട്ടുണ്ട്. അതിൽ 313 പേരാണ് അറസ്റ്റിലായത്. ശിക്ഷിക്കപ്പെട്ടത് വെറും 23 പേരാണ്. പക്ഷേ ശിക്ഷിക്കപ്പെടാതെ തന്നെ അവർ വിചാരണ കൂടാതെ തടവിൽ കഴിയുന്നു എന്നുള്ളത് വലിയ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ ഒരുപാട് പേർക്കുണ്ടായിട്ടുണ്ട്. 95% പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. ഈ നിയമം വരുന്നത് UPA കാലത്താണ്, 2002 ഈ PMLA ആക്ട് പിന്നീട് 2012 ഒന്നുകൂടി മുറുക്കി. അത് ഈ ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഈ ഫണ്ട് എന്നുള്ള ഘട്ടത്തിൽ അല്ലേ? എന്താണ് കൈ കാണിക്കുന്നത്? അല്ല, UPA കാലത്തല്ല, വാജ്പേയി കാലത്തല്ല. ശരി, 2002 പക്ഷേ UPA കാലത്ത് അത് മുറുക്കി, ഒന്നുകൂടി ആ നിയമം കുറച്ചുകൂടി കർശനമാക്കി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നരേന്ദ്രമോദി അത് അങ്ങ് ആകട്ടിമൂടി. അതെ, അത് ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അത് മാറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ജാമ്യം ദുഷ്കരമാകുന്ന ഒരു സാഹചര്യം വരുന്നു. തെളിവില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ആരോപണ വിധേയനാണ്. തനിക്കെതിരെ തെളിവില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ആരോപണ വിധേയൻ തന്നെയാകുന്നു. അതിപ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജാമ്യം കിട്ടുകയുള്ളൂ എന്നുള്ള സാഹചര്യം വരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങൾ. ഇതിനേക്കാൾ വലിയ അഴിമതി നടത്തുകയും വലിയ കോടികളുടെ അഴിമതി നടത്തിയ പ്രതിപക്ഷത്തുണ്ടായിരുന്ന നേതാക്കൾ പിന്നീട് ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ അഴിമതി ഇല്ലാതാകുന്നത് നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ അജിത് പവാറിൻ്റെ കേസ്, 40,000 കോടിയുടെ അഴിമതിയാണ് അജിത് പവാറിനെതിരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പവാറിനെതിരെ ഒരു കേസുമില്ല. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നല്ലോ. അപ്പോൾ ഉദ്ധവിനെ വീഴ്ത്തിയ ശേഷം ഒറ്റ നേതാക്കൾക്കെതിരെയും ഇപ്പോൾ CBI ED സ്കാനറിൽ വരുന്നില്ല. അങ്ങനെ ഒരു സംഭവമേ അവിടെയില്ല. വലിയ അഴിമതി ആരോപണം ഉയർന്ന ഒരു BJP നേതാവാണ് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ. വ്യാപം അഴിമതി എന്തായി? അറസ്റ്റ് ഉണ്ടായോ? അന്വേഷണം ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയല്ലേ യെദ്യൂരപ്പയ്ക്കെതിരെ ഉണ്ടായിരുന്ന അഴിമതി ആരോപണങ്ങൾ? ഒരു അറസ്റ്റും ഉണ്ടായിട്ടില്ല, കേസും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ രൂപത്തിൽ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ ഭരണപക്ഷവുമായി അടുത്ത് നിൽക്കുന്നവർക്കെതിരെ ഒരു കേസും ഉണ്ടാകില്ല. പ്രതിപക്ഷത്തെ 95% നേതാക്കൾക്കെതിരെ കേസുണ്ടാകുന്നു. അപ്പോൾ കേജ്രിവാളിനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തേക്ക് എത്തിക്കരുത് എന്നുള്ള പ്രധാനപ്പെട്ട തീരുമാനമാണ്. എന്തുകൊണ്ട് ആപ്പ് എന്ന ചോദ്യം ഉയരുമ്പോൾ ആപ്പ് ഒരു പ്രധാന വെല്ലുവിളിയാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ, അതായത് ആപ്പും കോൺഗ്രസും ഒക്കെ ആ രൂപത്തിൽ സീറ്റ് വിഭജനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വെല്ലുവിളിയാകുമെന്നൊരു സാഹചര്യം മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ ഒരു ദേശീയ പാർട്ടിയായി വളർന്ന പാർട്ടിയാണ്. ആ ദേശീയ പാർട്ടിയായി വരുമ്പോൾ ഗുജറാത്തിലടക്കം, പഞ്ചാബിലടക്കം, ഡൽഹി എല്ലായിടത്തുമായി 160 MLA-മാരാണുള്ളത്. കൊഴിഞ്ഞ് അവസാനം ഒരു MP ഉള്ളൂ. പക്ഷേ 160 MLA-മാരുണ്ട്, 10 രാജ്യസഭാ MP-മാരുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി എന്നത് ഒറ്റ സ്റ്റേറ്റ് പ്രതിഭാസമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന പ്രതിഭാസം. ആ പ്രതിഭാസത്തെ വെട്ടേണ്ടതുണ്ട് എന്ന തീരുമാനത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത്. അപ്പുറത്ത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വലിയ അഴിമതി മറച്ചുകൊണ്ട് കേജ്രിവാളിലേക്ക് ചർച്ച കൊണ്ടുപോവുക എന്നൊരു കുബുദ്ധി കൂടി ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നു. നികേഷ് കുമാർ.
നോക്കൂ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കണ്ണു തുറപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നരേന്ദ്രമോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും രാജ്യത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നതിൻ്റെ കൃത്യമായ സൂചനയും സന്ദേശവുമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലൂടെ നരേന്ദ്രമോദി കാണിച്ചിരിക്കുന്നത്. തന്നെ വിമർശിക്കുന്നവരെ ജയിലഴിക്കുള്ളിലാക്കും എന്ന് നരേന്ദ്രമോദി പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ മറക്കുന്നതെന്ന് അറിയില്ല. രാഹുൽ ഗാന്ധി ഒരു ചെറിയ ഇഞ്ചിൻ്റെ വ്യത്യാസം എന്നൊക്കെ നമ്മൾ പറയില്ല, ഇഞ്ചിൻ്റെ വ്യത്യാസത്തിലല്ലേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നോക്കൂ, അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ലോവർ കോർട്ടിൽ വിചാരണ കോടതിയിൽ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതി, അഹമ്മദാബാദ് ഹൈക്കോടതിയിൽ അയോഗ്യപ്പെട്ടു. സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴാണ് ചെറിയൊരു വ്യത്യാസത്തിൽ സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയെ അതിൽ നിന്ന് മോചിതനാക്കിയിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയാണോ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നത് അവരെയൊക്കെ വിടാതെ പിന്തുടരുന്നുണ്ട് നരേന്ദ്രമോദി. അത് ഈ രണ്ടാം ഭരണകാലഘട്ടത്തിൽ ഇങ്ങനെയാണ് എങ്കിൽ, ഇനി ഒരിക്കൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണ് എങ്കിൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും അവസ്ഥ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി, എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ മനീഷ് സിസോദിയെയും അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിടുന്നത്? മനീഷ് സിസോദിയ 1 വർഷത്തിലേറെ കാലമായി ജയിലിലാണ്. ഇനിയിപ്പോൾ അരവിന്ദ് കെജ്രിവാളും ഏതാണ്ട് അതേ റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം 2025 ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ഈ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് അരവിന്ദ് കെജ്രിവാൾ രംഗത്തേക്ക് വരാൻ സാധ്യതയില്ല എന്നുള്ളത്. എന്താണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രത്യേകത? ആം ആദ്മി പാർട്ടി ഒരു പ്രത്യേക ഐഡിയോളജി ഒന്നും വെച്ചിട്ടല്ല അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. അതിന് ഒരു സംഘടനാ രൂപം പോലും ഇല്ല. അതിനാകെയുള്ള ആളാരാണ്? അതിൻ്റെ ഒരു കൺവീനറുണ്ട്, അല്ലേ? ഒരു സംസ്ഥാന കൺവീനറുണ്ട്, ഒരു ദേശീയ കൺവീനറുണ്ട്. അതിന് ട്രഷറർ ആരാണെന്ന് അറിയില്ല, ജനറൽ സെക്രട്ടറി ആരാണെന്ന് അറിയില്ല, എന്തെങ്കിലും കമ്മിറ്റി അതിനുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിൽ അധിഷ്ഠിതമായി മാത്രം പ്രവർത്തിക്കുന്ന ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും കുശൂഷിക്കുന്ന കാര്യമാണ് ആം ആദ്മി പാർട്ടിയിൽ നടക്കുന്നത്. അത് രണ്ടുപേരും പിടിച്ച് ജയിലിടുന്നതോടുകൂടി ഈ സാധനത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് BJPയുടെ രീതി. നോക്കൂ, അത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, അത് അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ആം ആദ്മി പാർട്ടിയൊന്നും അനുകൂലിക്കുന്ന ആളേ അല്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയോളജി ഇല്ലാത്ത, തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്താണോ BJP രാഷ്ട്രീയം പയറ്റുന്നത് സമാനമായ രീതിയിൽ ഒരുപക്ഷെ ഹിന്ദുത്വ ലൈൻ പോലും എടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. 370 സ്വാഗതം ചെയ്തു, പിന്നെ അയോധ്യ ക്ഷേത്രത്തിൻ്റെ വിധിയെ സ്വാഗതം ചെയ്തു. ആ നിലയിലൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സമയത്ത് ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. അയാളുടെ സ്റ്റേറ്റ് ആണത്, ആ ഭാഗത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് കൂടി കാണണം. നോക്കൂ, ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ സംഭാവന നൽകിയവരുടെ മേൽവിലാസം വെളിപ്പെടുത്തുന്നതിനെ ഭയക്കുകയാണ്. ഞാനത് പൊതുവായി ഈ സർക്കാർ എന്തിനെയൊക്കെയാണ് ഭയക്കുന്നതെന്ന് നോക്കാം. ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല. ഇത് ആരൊക്കെയാണ് സംഭാവന തന്നത് എന്നതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ പാടില്ല. ജൂൺ 30 കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ 7 ഘട്ടവും പൂർത്തിയായി, തെരഞ്ഞെടുപ്പ് റിസൾട്ടും വന്നതിന് ശേഷം മാത്രം പൊതുസമൂഹം അറിഞ്ഞാൽ മതി എന്ന് ഭയക്കുന്ന ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. മാധ്യമങ്ങളെ നിശബ്ദമാക്കുന്നു. ആ വിമർശനം നേരത്തെയുണ്ട്. ഇലക്ഷൻ കമ്മീഷനിലെ ഒരു അംഗം രാജിവെച്ചിട്ട് എന്താ കാരണം എന്നുള്ളത് സംബന്ധിച്ച് നമുക്കിപ്പോഴും അറിയില്ല എന്നുള്ള അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കപിൽ സിബൽ പോയി പറഞ്ഞത് എന്താണെന്നറിയാമോ? ലോവർ കോടതിയിലേക്ക് അയക്കല്ലേ എന്നാണ്. ലോവർ കോടതിയുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ട് കപിൽ സിബൽ പറയുന്നത്, കോടതികളുടെ ചരിത്രം രചിക്കുമ്പോൾ ഈ കോടതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഘട്ടത്തെക്കുറിച്ച് തങ്കലിപികളിലായിരിക്കില്ല എഴുതുക എന്ന് പറയുമ്പോൾ ലെറ്റ് സി എന്ന മറുപടിയാണ് ആര് നൽകുന്നത്? അവിടെ ഇരിക്കുന്ന ജസ്റ്റിസുമാർ പറയുന്നത് എന്നുള്ളൊരവസ്ഥ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തുന്നു. അവർക്കെതിരായിട്ടുള്ള നിരന്തരം, ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആകെ വടക്കേ ഇന്ത്യയിൽ ഒരൊറ്റ കോൺഗ്രസ് ഗവൺമെൻറ്റേ ഉള്ളൂ. ഇന്ന് 9 MLA-മാരാണ് രാജിവെച്ച് ജനവിധി തേടാൻ പോകുന്നത്. ഈ 9 MLA-മാരെയും ഈ വലിയ പണം ഉപയോഗിച്ച് ജയിപ്പിക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ, അവിടുത്തെ സുഖു സർക്കാർ തുലാസിലായി കഴിഞ്ഞിരിക്കുന്നു. സുഖുവിനും BJPക്കും ഏതാണ്ട് ഒരേ സീറ്റുകൾ എന്നുള്ള നില വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരൊറ്റ സർക്കാരിനെ നിലനിർത്തില്ല എന്നുള്ള ഉറച്ച പ്രഖ്യാപനം നടത്തുന്നുണ്ട് ആവർത്തിച്ച് ഈ രാഷ്ട്രീയ പാർട്ടി. പിന്നെ ഈ ഗവർണർമാരുടെ കാര്യം നമ്മൾ നേരത്തെ വിലയിരുത്തി, അത് ഇനിയിപ്പോൾ ആവർത്തിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി വളരെ കാലത്തിന് ശേഷം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് പറയുന്നത്. എന്നിട്ട് പറയുന്നത് സീതാറാം കേസരി ട്രഷറായിരിക്കുന്ന കാലഘട്ടത്തിലെ കേസ് കണക്കെടുത്തിട്ട് പറയുകയാണെന്നാണ് പറയുന്നത്. എത്ര BJP ഈ പറയുന്ന ആദായ നികുതിക്ക് അടച്ചു എന്നുള്ളത് സംബന്ധിച്ച് നമുക്കൊരു കണക്കുമില്ല. എന്നുള്ള രാഷ്ട്രീയ പാർട്ടി അടക്കാറില്ല എന്നാണ് 160 വർഷം പഴക്കമുള്ള കോൺഗ്രസ് പാർട്ടി പറയുന്നത് എന്നുള്ളതാണ്.
നോക്കൂ, ഇവർ അഴിമതി പറയുന്നു. ഒറ്റ ചോദ്യമല്ലേ BJP സർക്കാരിനോടുള്ളൂ. 2014 നരേന്ദ്രമോദി എൻട്രി ചെയ്തത് എങ്ങനെയാണ്? 2004 മുതൽ 2014 വരെയുള്ള 2 UPA സർക്കാരുകളുടെ അഴിമതി കഥകൾ പറഞ്ഞുകൊണ്ട്, ശരിയാട്ടോ, വലിയ അഴിമതി നിറഞ്ഞ സർക്കാർ, ഈ 2 അഴിമതി കഥകൾ പറഞ്ഞുകൊണ്ടാണ്, ഈ 2 സർക്കാരുകളുടെ അഴിമതി കഥകൾ പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. 2014 മുതൽ 2024 വരെ ആയല്ലോ. അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണോ? ഒരൊറ്റ കേസ് ഇന്നാണിപ്പോൾ 2G പിന്നെ CBI വിചാരണ കോടതിയുടെ ഉത്തരവിനെതിരെ 6 വർഷങ്ങൾക്ക് ശേഷം ഹൈക്കോടതിയിൽ അപ്പീലിന് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 2014 മുതൽ 2024 വരെയുള്ള ആ കാലഘട്ടത്തിലെ ഒരഴിമതി പോലും അന്വേഷിച്ച് ഒരൊറ്റയാളെപ്പോലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്താനാകാത്ത സർക്കാരാണ് ഈ പറയുന്ന അഴിമതിയുടെ പേരിൽ ഇപ്പോൾ പുതിയ അന്വേഷണങ്ങളും പുതിയ നേതാക്കളെ ഇതാവുകയും ചെയ്ത്. നോക്കൂ, അതിനോട് നമുക്കിപ്പോൾ പറയാവുന്നൊരു കാര്യമുണ്ട്. അന്ന് ഈ പറയുന്ന 2Gയും അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസും മാത്രമല്ല, DLF വളരെ പ്രധാനപ്പെട്ട, നമ്മളൊക്കെ വളരെ വികാരഭരിതമായി ആങ്കർ ചെയ്തിട്ടുള്ള വിഷയമാണ് DLF. എന്താ? DLFിൻ്റെ കാര്യത്തിനകത്ത് സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വദ്ര ഒരു DLFുമായിട്ടുള്ള ഡീലിൽ വലിയ നിലയിൽ തുക സമ്പാദിച്ചു എന്നുള്ളതാണ്. 2019 ജനുവരിയിൽ DLFിൽ CBI ഓഫീസർമാർ റെയ്ഡ് ചെയ്യുകയാണ് ഭൂമി അലോക്കേഷൻ കേസിൽ. 2019 ഏപ്രിൽ 2019 ജനുവരിയിലാണ് DLFിൽ റെയ്ഡ് നടക്കുന്നത്, CBI ആണ് റെയ്ഡ് നടത്തുന്നത്. 2019 ഏപ്രിൽ മെയ് മാസങ്ങളിൽ 25 കോടി രൂപ ബോണ്ടിൽ കൊണ്ടു കൊടുക്കുന്നു. ആ കേസ് അവസാനിക്കുന്നു. അപ്പോൾ റോബർട്ട് വദ്രയെക്കുറിച്ച് നമ്മളൊക്കെ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പ്രതിപക്ഷം അന്ന് ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതും വലിയ ജനരോഷം ഉണ്ടാക്കിയ കേസാട്ടോ ഈ റോബർട്ട് വദ്രയുടെ കേസ്. സോണിയാഗാന്ധിയുടെ എന്ന് വെച്ചാൽ നെഹ്റു ഗാന്ധി കുടുംബത്തിനെ പോലും ആളുകൾ വെറുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ കുടുംബത്തിലുണ്ടായിരുന്നവരെ കുറിച്ചല്ല, കയറി വന്ന റോബർട്ട് വദ്രയുടെ ഈ അഴിമതിയെ കൊണ്ടാണ് നമ്മൾ ആ കുടുംബത്തെ ഒരുപക്ഷെ പടിക്ക് പുറത്താക്കിയത്. 2014 42 സീറ്റേ ഉള്ളൂ കോൺഗ്രസിന്. ആ കേസ് പോലും ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു BJP സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ എന്നുള്ളതാണ്. ഒരു കാര്യമാണ് എനിക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്, അതുപോലെ നേരത്തെ വന്നിട്ടുള്ള ഈ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യ വിഷയം, ഇതിൽ നിന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷം തിരിച്ചറിഞ്ഞാൽ, ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരികയാണ് എങ്കിൽ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു നേതാവിനും പ്രവർത്തിക്കാനാകില്ല എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം. ശരി ഡോക്ടർ. സ്മൃതി, 1975 ജൂൺ മാസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ജയപ്രകാശ് നാരായണനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അന്ന് വളരെയധികം മുഴങ്ങിക്കെട്ടൊരു വാക്കായിരുന്നു ഇത്. യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി വിപരീതകാലേ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ടായിരുന്നു. അപ്പോൾ ആ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് 1975 ജയപ്രകാശ് നാരായണന്റെ കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രൽ ബോണ്ട് എന്ന ചാണകക്കുഴിയിൽ വീണ് കിടക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രം അവർ ഉയർത്തിക്കൊണ്ടുവന്നു. അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരും ചർച്ച ചെയ്യുന്നില്ല. എല്ലാവരും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത മദ്യനയ അഴിമതി കേസ് എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതീഷിയുടെ പത്രസമ്മേളനം വരുന്നത്. എന്താണോ ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു സംശയത്തിൻ്റെ നിഴലെങ്കിലുമായി EDക്ക് ചിത്രീകരിക്കാൻ സാധിച്ചത്, അതുമായി ബന്ധപ്പെട്ട മാപ്പുസാക്ഷിയായി, ആദ്യം പ്രതിയായി, പിന്നീട് മാപ്പുസാക്ഷിയായി, പിന്നീട് പുറത്തു വന്ന ഈ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ അതേ കമ്പനി തന്നെ 59 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു, അതൊരു വലിയ അഴിമതിയാണ് എന്ന ഒരു പ്രസ്താവന കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം CBI കൂടി അന്വേഷിക്കാൻ വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ കാലത്തേക്ക് ഇത് ചർച്ചയിൽ നിൽക്കുന്നു. നോക്കൂ, ഈ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തതുപോലെയല്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് രാജ്യമൊട്ടാകെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ജർമ്മനി അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതികരണം വന്നു. വിവിധ ലോകരാഷ്ട്രങ്ങളിലെ മാധ്യമങ്ങൾ ഇന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഇന്നലെ തന്നെ റോയിട്ടേഴ്സ് എഴുതി, എക്കണോമിക് ടൈംസ് എഴുതി. എന്താണ് ഇവിടെ ജനാധിപത്യത്തെ ഭീതിതമായൊരു അന്തരീക്ഷത്തിലേക്ക് മാറ്റാൻ, അതിനെ മൃതപ്രായമാക്കാൻ ഭീതിതനായൊരു സ്വേച്ഛാധിപത്യ ശ്രമം നടത്തുന്നുവെന്ന് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഉദ്ധരിക്കുന്നത്. CBI കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 2023 ഏപ്രിൽ മാസത്തിൽ ഇതേ അരവിന്ദ് കെജ്രിവാളിന് 56 ചോദ്യങ്ങളുടെ ലിസ്റ്റ് അയച്ചു കൊടുത്തിരുന്നു. ഈ 56 ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകിയിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്നത്. നോക്കൂ, ഈ കേസ് രജിസ്റ്റർ ചെയ്തത് എപ്പോഴാണ്? 2022 ജൂലൈ മാസത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഗവർണർക്ക് കിട്ടുന്നത്. അന്ന് ഗവർണർ ആ വിഷയം CBIക്ക് വിടാൻ തീരുമാനിക്കുമ്പോഴാണ് ആ പോളിസി സ്ക്രാപ്പ് ചെയ്യുന്നത്. അന്ന് മുതൽ
കൂടുതൽ അന്വേഷണം നടത്തിയിട്ടും CBIക്ക് ഒരു തുമ്പും കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്നുള്ളത്, ഇതിലൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ, അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ പക്കലുണ്ട് എന്ന് കണ്ടെത്തണമായിരുന്നു. നോക്കൂ, ചില മൊഴികൾ മാത്രമാണ് EDയുടെ മുന്നിലുള്ളത്. PMLA ആക്ട് പ്രകാരം ആ മൊഴികൾ മതി, നിങ്ങൾക്കൊരാളെ പിടിച്ചകത്തിടാം. പക്ഷേ CBI എന്ത് ചെയ്യും? പ്രൊസീഡ്സ് ഓഫ് ക്രൈം എടുക്കാതെ നിങ്ങൾക്കിതിൽ ഈ മൊഴികളെ മാത്രം വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുക? വളരെ വലിയ നിയമചോദ്യങ്ങളിലേക്കാണ് പോവുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിൽ EDയുടെ തന്നെ കേസിന്റെ ഡയറി നമ്മൾ പരിശോധിച്ചാൽ ഈ ഗോവയിലെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിന് വേണ്ടി ഗോവയിലെ പ്രവർത്തകർക്ക് പണം കിട്ടിയിട്ടുണ്ട് എന്ന് ഗോവയിലെ പ്രവർത്തകർ പറഞ്ഞതായി ഒരു മൊഴി. രണ്ടാമത്, ആദ്യം പ്രതിചേർക്കപ്പെട്ട് പിന്നീട് നിർബന്ധിച്ച് മാപ്പുസാക്ഷിയാക്കി അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് മൊഴികെടുത്ത ശരത്ചന്ദ്ര പ്രസാദ് റെഡ്ഡിയുടെ മൊഴി, താൻ പണം കൊടുത്തിട്ടുണ്ട് എന്ന മൊഴി. ഈ രണ്ട് മൊഴികളും തമ്മിൽ കൊറാബറേറ്റ് ചെയ്യുന്ന ഒരു എവിഡൻസും ലഭ്യമല്ല എന്നത് മാത്രമല്ല, അരവിന്ദ് കെജ്രിവാളിൻ്റെയോ മനീഷ് സിസോദിയുടെ വീട്ടിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ പോലും പണം പിടിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ 70,000 രൂപ മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്ര ദുർബലമായൊരു കേസായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറുഭാഗത്ത് ഒരു മദ്യവ്യവസായിയിൽ നിന്ന് BJP എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് ഇലക്ടറൽ ബോണ്ട് വഴി 59 കോടി രൂപ ലഭിച്ച വിവരം വരുന്നത്, DLFൽ നിന്ന് പണം ലഭിച്ച വിവരം വരുന്നത്. ഒരുപക്ഷെ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ സിസ്റ്റമാറ്റിക്കായ അഴിമതി, ഒരു സിസ്റ്റം തന്നെ അഴിമതിയായി മാറപ്പെട്ടിരിക്കുന്ന ഒരു സവിശേഷ സാഹചര്യം ഇന്ത്യ ചർച്ച ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ BJP സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് തിരിച്ചടിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ജയപ്രകാശ് നാരായണനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ദിരാഗാന്ധി പ്രതീക്ഷിക്കാത്തതുപോലെയുള്ള സംഭവ വികാസങ്ങൾക്കാവും ഇനി ഇന്ത്യ സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത, ഇന്ത്യ മുന്നണി ഒരു പശ പോലെ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ ത്രെഡായി മാറിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളതാണ്. കെജ്രിവാളിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും രാഷ്ട്രീയ നിലപാടുകളുടെ വ്യത്യസ്തതയുള്ളപ്പോഴും ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിർത്തുന്ന ഘടകമായി മാറുന്നു. രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചയാവാതിരിക്കുകയും അഴിമതി ഒരു ചർച്ചാ വിഷയമായി വരികയും ചെയ്താൽ ഇലക്ടറൽ ബോണ്ടാണ് ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള എന്ന കാര്യത്തിൽ എനിക്കും സംശയമില്ല. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചിരിക്കുന്നത് സർക്കാരിന് എതിരായിട്ടാണ് വരാൻ സാധ്യതയുള്ളതെന്നാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് CBIയുടെ കേസൊന്നും നിലനിൽക്കാൻ സാധ്യതയില്ല. ലഭ്യമായ തെളിവുകളെ ഉദ്ധരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതെല്ലാം ആസൂത്രിതമായ നീക്കമാണ്. വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ ചർച്ച ചെയ്യാൻ പോകുന്നതും ഈ കെജ്രിവാൾ ഇഫക്റ്റ് ആയിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ശരി, പിടിമുറുക്കുന്നു എന്നായിരുന്നു ചോദ്യം. പിടിമുറുക്കുന്നു എന്ന് തന്നെയാണ് 4 പേരും അഭിപ്രായപ്പെടുന്നത്. മീറ്റ് ദ എഡിറ്റേഴ്സിന് നാളെ. നമസ്കാരം. Meet the editors.